ഹായ് വെൽക്കം ടു കോഡ് യുറേക്ക. ഇന്ന് നമ്മൾ നോക്കുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണ്. ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സെർച്ച് എഞ്ചിനിൽ പോയിട്ട് നമ്മളൊരു കീവേഡ് സെർച്ച് ചെയ്യുന്നു. സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ഒരു പേജിൽ കാണിക്കും. ഈ പേജിന് പറയുന്ന പേരാണ് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് അഥവാ സെർച്ച് പേജ്. അപ്പൊ ഈ റിസൾട്ട് പേജ് അല്ലെങ്കിൽ സെർച്ച് പേജിൽ കാണിക്കുന്ന ഓർഗാനിക് ആയിട്ട് കാണിക്കുന്ന റിസൾട്ടിൽ നമ്മളെ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നതിനാണ് SEO എന്ന് പറഞ്ഞ ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് മുന്നേ സ്പോൺസേർഡ് എന്ന് പറഞ്ഞ് കുറെ ലിങ്ക് കാണും. ഇതെന്ന് വെച്ചാൽ ഗൂഗിളിന് നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ട് അല്ലെങ്കിൽ ഏത് സെർച്ച് എഞ്ചിനിലാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത് ആ സെർച്ച് എഞ്ചിൻ പേയ്മെന്റ് കൊടുത്തിട്ട് കാണിക്കുന്നതാണ് ഈ സ്പോൺസേർഡ് എന്ന് പറഞ്ഞ ലിങ്ക് കാണിക്കുന്നത്. നമുക്ക് അവിടെ കാണിക്കാനായിട്ട് നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം ഈ ഓർഗാനിക് ആയിട്ട് കാണിക്കുന്ന റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SEO യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനെയാണ് SEO എന്ന് പറയുന്നത്. ഈ ഓർഗാനിക് ആയിട്ട് നമുക്ക് ടോപ്പിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SEO നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഈ SEOയുടെ ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് നമ്മളൊന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. SEOയുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ഫ്രീ ആയിട്ട്, അതായത് നമുക്ക് പേയ്മെന്റ് കൊടുക്കാതെ ഒരു സെർച്ച് പേജിൽ സെർപ്പ് പേജിൽ നമുക്ക് ടോപ്പിക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SEO യൂസ് ചെയ്യുന്നത്. പേയ്മെന്റ് കൊടുത്ത് നമുക്ക് ഇവിടെ കാണിക്കാം. അത് ഗൂഗിൾ ആഡ്സോ അല്ലെങ്കിൽ അതുപോലുള്ള ബിങ്ങിലാണെങ്കിൽ അങ്ങനെ നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടാണ് ഇവിടെ ടോപ്പിൽ കാണിക്കുന്നത്. ഈ സ്പോൺസേർഡ് എന്ന അതിന്റെ മുകളിലായിട്ടൊരു ലേബലും കാണും. ഇത് സ്പോൺസേർഡ് അല്ലാത്ത ഓർഗാനിക് ലിങ്കുകളിൽ ടോപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പേയ്മെന്റ് കൊടുക്കാതെ കാണിക്കുന്നതാണ് SEO എന്ന് പറഞ്ഞ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ബെനിഫിറ്റ് ആണ് SEOയുടെ. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് ആയിട്ടുള്ള ട്രാഫിക് നമ്മുടെ വെബ്സൈറ്റിലോട്ട് വരികയും അതുവഴി നമ്മൾ ഈ SEO വഴി നമ്മുടെ വെബ്സൈറ്റിനെ ഹൈ ആയിട്ട് റാങ്ക് ചെയ്യാനും പറ്റും. അത് റാങ്കിങ് ഒക്കെ എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാം. അത് ഒരു സെർച്ച് എഞ്ചിന്റെ വർക്കിംഗ് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ റാങ്കിങ് എന്താണ് ഇതെന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. അത് SEOയുടെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിത് റാങ്കിങ്ങും ഹൈ ആയിട്ട് കാണിക്കുകയും നമ്മൾ ഈ മുകളിൽ ലിസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ മാസീവായിട്ടുള്ള ഓഡിയൻസ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും. അങ്ങനെ വരുമ്പോഴത്തേന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു സെർച്ച് പേജ് അല്ലെങ്കിൽ ഒരു സെർച്ച് റിസൾട്ട് പേജിൽ ടോപ്പിക് കാണിക്കുന്ന ലിങ്കിലേക്ക് ആൾക്കാർ ക്ലിക്ക് ചെയ്ത് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് ഒരുപാട് ബിസിനസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഇവിടെയാണെങ്കിൽ തന്നെ ഇപ്പൊ ടോപ്പിക് കാണിക്കുന്നതിലേക്ക് ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് കയറി അതിൽ എന്തെങ്കിലും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ബിസിനസ് കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ SEOയുടെ മെയിൻ ബെനിഫിറ്റ്. അതിന് മുന്നേ ഇനി നമുക്ക് നോക്കേണ്ടത് ഈ സെർച്ച് എഞ്ചിൻ എന്താണെന്ന് നോക്കണം. ഈ സെർച്ച് എഞ്ചിന്റെ പ്രവർത്തനം നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ നമുക്ക് ഈ SEO എന്താണെന്നും SEO എന്തിനാണ് ചെയ്യുന്നതെന്നും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ സെർച്ച് എഞ്ചിൻ നമ്മളെല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സെർച്ച് എഞ്ചിൻ ഉണ്ട്. ഗൂഗിൾ ഉണ്ട്, ബിങ് ഉണ്ട്, ബെയ്ഡു ഉണ്ട്, യാഹു ഉണ്ട്, യാൻഡെക്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സെർച്ച് എഞ്ചിനുകൾ ലോകത്ത് അവൈലബിൾ ആണ്. അപ്പൊ ഈ സെർച്ച് എഞ്ചിൻ എന്താണ്? സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്. ഇതെന്താ, നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കുമ്പോൾ ഒരു ഇൻഫർമേഷൻ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ് ഈ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു വെബ്സൈറ്റ് തന്നെ, അപ്പൊ ഈ വെബ്സൈറ്റിന് പുറകിൽ കുറെ പ്രോഗ്രാംസ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നു, അതിന്റെ റിസൾട്ട് അതെടുത്ത് കാണിക്കുന്നു. അതാണ് സെർച്ച് എഞ്ചിൻ. അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ടോപ്പ് സെർച്ച് എഞ്ചിൻ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഗൂഗിൾ ഉണ്ട്. ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ് ഗൂഗിൾ. അതാണ് ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ആണ്. ബിങ് ആണ് അടുത്തൊരു, അതും മൈക്രോസോഫ്റ്റിന്റെ സെർച്ച് എഞ്ചിനാണ് ബിങ്. ബെയ്ഡു എന്ന് പറഞ്ഞാൽ ചൈനയിൽ യൂസ് ചെയ്യുന്ന ചൈനീസ് ആയിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിനാണ് ബെയ്ഡു. യാഹു എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെർച്ച് എഞ്ചിനാണ്. നേരത്തെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്ത് ഇപ്പം മാർക്കറ്റ് ഷെയർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യാൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ ഒരു സെർച്ച് എഞ്ചിനാണ്. അപ്പൊ ലോകത്ത് തന്നെ ഈ പിക്ചറിൽ തന്നെ കാണുന്നതാണ്, ലോകത്ത് 90% ആൾക്കാരും യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ആണ്. അപ്പൊ നമ്മുടെ ക്ലയൻസ് സ്വാഭാവികമായിട്ടും നമ്മളോട് പറയുന്നത് ഗൂഗിളിൽ SEO ചെയ്യാനായിട്ടായിരിക്കും കൂടുതലും നമുക്ക് റിക്വയർമെന്റ് വരാൻ ചാൻസ്. അപ്പൊ നമ്മൾ ഗൂഗിളിന്റെ പ്രവർത്തനം എന്താണെന്ന് പഠിക്കണം. എല്ലാ സെർച്ച് എഞ്ചിനും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഗൂഗിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കിയാൽ തന്നെ ബാക്കി സെർച്ച് എഞ്ചിന് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ നമുക്ക് ഒരു നന്നായിട്ടൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആവുകയും ഒരു SEO സ്പെഷ്യലിസ്റ്റ് ആവുകയും ചെയ്യണമെങ്കിൽ ഈ സെർച്ച് എഞ്ചിൻ എന്താണെന്നും അതിന്റെ പ്രവർത്തനം എന്താണെന്നും ആദ്യം നമ്മൾ ബേസിക് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ നമുക്ക് ഇതുകൊണ്ട് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത് ഈ ഗൂഗിളിന്റെ പ്രവർത്തനമാണ്. ഈ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. നെക്സ്റ്റ്, ഇപ്പം ഈ ഗൂഗിൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നോക്കാം. ഈ ഗൂഗിൾ 3 സ്റ്റെപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. ഒന്ന് ക്രോളിംഗ്, നെക്സ്റ്റ് ഇൻഡെക്സിങ്, 3 റാങ്കിങ്. അപ്പം സ്ക്രോളിംഗ് എന്താണ്, ഇൻഡെക്സിങ് എന്താണ്, റാങ്കിങ് എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.
ക്രോളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിന്റെ കുറച്ച് ബോട്ട് ഉണ്ട്. ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ബോട്ട് സ്ക്രോൾ ദ വെബ്സൈറ്റ് ടു ഫൈൻഡ് ന്യൂ പേജസ് ഓർ അപ്ഡേറ്റഡ് കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്. ഈ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് ബോട്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ കുറെ ബോട്ട്സുകളുണ്ട് ഗൂഗിളിന്. ആ ബോട്ടുകൾ 24/7 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ബോട്ടുകൾ എന്ത് ചെയ്യും, ലോകത്തുള്ള വെബ്സൈറ്റുകളിലെല്ലാം കയറി ഇൻഫർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മളിപ്പം കാണുന്നത് പോലെ തന്നെ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ കണ്ണുകൊണ്ട് പല പല കാര്യങ്ങളും കാണുന്നു. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ബ്രെയിനിലേക്ക് കളക്ട് ചെയ്യുകയാണ്. ഇതുപോലെയാണ് ക്രോളിംഗ് ചെയ്യുന്നത്. ഇവിടെ ഒരു സ്പൈഡറിനെ റെപ്രസെന്റ് ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. ക്രോളിംഗ് എന്ന് പറഞ്ഞാൽ കുറെ ഗൂഗിൾ ബോട്ട്സ് ഡേറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് ക്രോളിംഗ് എന്ന് പറയുന്നത്. ഗൂഗിൾ ബോട്ട്സ് 24/7 എല്ലാ വെബ്സൈറ്റുകളിലും കയറും. എല്ലാ വെബ്സൈറ്റുകളും കയറി അതിന്റെ കണ്ടന്റ് എല്ലാം അത് കളക്ട് ചെയ്യും. അതിനെയാണ് ക്രോളിംഗ് എന്ന് പറയുന്നത്. അത് 24/7 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് ആ വെബ്സൈറ്റിലെല്ലാം കയറി ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനാണ് ക്രോളിംഗ് എന്ന് പറയുന്നത്. ഇത് കണ്ടില്ലേ, ഇതൊരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ്. ഇത് ഓരോ വെബ്സൈറ്റിലും കയറി ഓരോ പേജിലും അതിന്റെ ഓരോ പേജിലും കയറും. ഓരോ പേജിലും എന്തൊക്കെയാണ് കണ്ടന്റ് ഉള്ളത് ഇതെല്ലാം ഇത് കളക്ട് ചെയ്യും. ഇതുപോലെ ഒന്നിലധികം ഒരുപാട് ബോട്ട്സുകളുണ്ട്. ബോട്ട്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ആണ്. ഈ പ്രോഗ്രാംസ് 24/7 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാ വെബ്സൈറ്റിലും, ലോകത്തുള്ള എല്ലാ വെബ്സൈറ്റുകളിലും കയറി ഈ ഡേറ്റ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡെക്സിംഗ് ആണ്. ഇൻഡെക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേറ്റ ഈ ക്രോളിംഗ് വഴി കളക്ട് ചെയ്യുന്ന ഡേറ്റ അനലൈസ് ചെയ്ത് അതിനെ സ്റ്റോർ ചെയ്യുന്നതിനാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ക്രോളിംഗ് വഴി കളക്ട് ചെയ്യുന്ന ഡേറ്റ എങ്ങനെയാണ് അത് ഇൻഡെക്സ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അറേഞ്ച് ചെയ്താണ് വെക്കുന്നത്. ഒരു ലൈബ്രറി പോലെ ഈ ക്രോളിംഗ് വഴി കളക്ട് ചെയ്യുന്ന ഡേറ്റ ഒരു ലൈബ്രറി പോലെ ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ അതിന്റെ അകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ലൈബ്രറിയിൽ നമ്മൾ എങ്ങനെയാണ് ബുക്കുകൾ അറേഞ്ച് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കവിതകളുടെ ബുക്കാണെങ്കിൽ ഒരു സൈഡിൽ, സയൻസിന്റെ ബുക്കാണെങ്കിൽ ഒരു സൈഡിൽ, ഫിക്ഷന്റെ ബുക്കാണെങ്കിൽ ഒരു സൈഡിൽ, അങ്ങനെ ഇതിനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനാണ് ഇൻഡെക്സിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെർച്ച് എഞ്ചിൻ റാങ്കിങ് ആണ്. റാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ റാങ്കിങ് അൽഗോരിതം ഉണ്ട്. ഈ അൽഗോരിതം പ്രകാരമാണ് എങ്ങനെയാണ് ഈ ഡേറ്റ ഈ ഒരു യൂസർ ചോദിക്കുമ്പോൾ ഇതിന് ആദ്യം ഏതാണ് റിലവന്റ് ആയിട്ടുള്ള കണ്ടന്റ്, ഈ കണ്ടന്റ് നോക്കിയിട്ടാണ് കാണിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഡേറ്റ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുവാണ്. നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ എക്സാമ്പിൾ ഫ്ലാറ്റ് ഇൻ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഈ സ്പോൺസേഡ് കണ്ടില്ലേ, ഈ സ്പോൺസേഡ് കാണിക്കുന്നത് പേയ്മെന്റ് ചെയ്തിട്ടുള്ള ആഡ്സ് ആണ്. അതിനുശേഷം ഈ വരുന്ന കണ്ടില്ലേ, ഇത് ഗൂഗിൾ റാങ്ക് ചെയ്തത് വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത്. കണ്ടോ, 99 acres എന്ന് പറയുന്നത് കാണിക്കുന്നത് ഗൂഗിൾ റാങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലെ കണ്ടന്റ് വെച്ചിട്ടാണ് ഇതെല്ലാം കാണിക്കുന്നത്. ഇതിനെ റാങ്ക് ചെയ്തിട്ട് ഈ സെർച്ച് പേജിൽ ടോപ്പ് പേജിൽ കാണിക്കുന്നത്. സെർച്ച് പേജ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിനാണ് സെർച്ച് പേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സെർച്ച് പേജിൽ കാണിക്കുന്ന ഈ ഓർഗാനിക് ആയിട്ട് കാണിക്കുന്നത് ഈ റാങ്ക് അനുസരിച്ചിട്ടാണ്. ഈ ഗൂഗിൾ റാങ്ക് ചെയ്ത് ഡേറ്റ കളക്ട് ചെയ്ത് റാങ്ക് ചെയ്ത് വെച്ചേക്കുന്നതിന്റെ ബേസിലാണ് ഈ ഡേറ്റ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? ആദ്യം നമുക്ക് ചെയ്യുന്നത് എന്താണ്, ഒരു സെർച്ച് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ക്രോൾ ചെയ്യാന്ന് വെച്ചാൽ ഡേറ്റ കളക്ട് ചെയ്യും. ഈ ഒരുപാട് ഗൂഗിൾ ബോട്ട്സ് ഉണ്ട്, ബിങ്ങിന്റെ ആണ്, ബിങ് ബോട്ട്സ് എന്ന് പറയും. അങ്ങനെ ഈ ചെറിയൊരു പ്രോഗ്രാംസ് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രോഗ്രാംസ് ഈ ലോകത്തുള്ള എല്ലാ വെബ്സൈറ്റിലും എല്ലാ പേജിലും കയറി ഡേറ്റ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു വെബ്സൈറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇത് കയറി ഡേറ്റ കളക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. കളക്ട് ചെയ്ത് അത് അറേഞ്ച് ചെയ്ത് എവിടെ സ്റ്റോർ ചെയ്യും? ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്യും. ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ആ ഇൻഡെക്സിൽ എങ്ങനെയാണ് വെക്കുന്നത്? ഒരു ലൈബ്രറിയിലെ പോലെ അറേഞ്ച് ചെയ്താണ്, ഡേറ്റ അറേഞ്ച് ചെയ്താണ് ഈ ഇൻഡെക്സിൽ വെക്കുന്നത്. അപ്പൊ ഒരു യൂസർ എന്ത് ചെയ്യും? യൂസർ ഇപ്പം ഒരു ക്വറി കൊടുക്കുമ്പോഴത്തേക്കും എന്താ ചെയ്യുന്നത്? ഈ റാങ്കിങ് അൽഗോരിതമാണ് ഈ ഗൂഗിൾ ഇൻഡെക്സ് ചെയ്ത് വെച്ചേക്കുന്നതിനെ റാങ്ക് ചെയ്ത് ഏതാണ് ടോപ്പിൽ കാണിക്കുന്നത്, ഏതാണ് റിലവന്റ് ഇൻഫർമേഷൻ എന്നുള്ളത് എടുത്തിട്ടാണ് ഏറ്റവും ടോപ്പിൽ കാണിക്കുന്നത്. ഈ റാങ്കിങ് കിട്ടാനും ഇതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ SEO ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വെബ്സൈറ്റ് ഹൈ റാങ്ക് ചെയ്യാനും ഇത് ടോപ്പിൽ വരാനും വേണ്ടിയിട്ടാണ് നമ്മൾ SEO ചെയ്യുന്നത്. നെക്സ്റ്റ്, 2 തരത്തിലുള്ള സെർച്ച് ഉണ്ട്. അതിന് മുന്നേ നമുക്കൊരു കാര്യം നോക്കാം. നമ്മളിപ്പോ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റ് ക്രോളിംഗ് ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളതാണ്. അതിന് നമുക്ക് ഇവിടെ ഈ ഫ്ലാറ്റ് ഇൻ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ടോപ്പിൽ കാണിച്ചു. ഇനി നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റ് ക്രോൾ ചെയ്തോന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആണ്, ഈ വെബ്സൈറ്റിന് മുന്നിലായിട്ട് സൈറ്റ് കോളൻ നമ്മുടെ വെബ്സൈറ്റ് കൊടുത്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ട് വരും. ഇതിപ്പോ നമ്മുടെ വെബ്സൈറ്റിൽ ഓരോ പേജ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്.
ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ചെയ്ത വെബ്സൈറ്റ്, നമ്മൾ അപ്ലോഡ് ചെയ്തേക്കുന്ന വെബ്സൈറ്റ് ക്രോൾ ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ അത് ക്രോൾ ചെയ്ത് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇത്രയും പേജസ് ഗൂഗിൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഓരോന്നും കാണിക്കുന്നത്. കണ്ടില്ലേ, ഇപ്പൊ നമ്മൾ ഇൻഫോസിസിനാണ് നോക്കുന്നത്, ഇൻഫോസിസിന്റെ കുറെ പേജുകൾ അത് ഇപ്പൊ ക്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് വേറെയും വെബ്സൈറ്റുകൾ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. എക്സാമ്പിൾ TCSന്റെ കൊടുക്കുമ്പോഴത്തേക്കും TCSന്റെ കുറെ പേജുകൾ ഇത് ഓൾറെഡി സ്ക്രോൾ ചെയ്തിട്ടുണ്ട്. സ്ക്രോൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അതിന്റെ TCSുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെല്ലാം സ്ക്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ചെയ്ത വെബ്സൈറ്റ് ഏതാണെങ്കിലും ആ വെബ്സൈറ്റ് ഇത് സ്ക്രോൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഇങ്ങനെ സൈറ്റ് കോളൻ ആ വെബ്സൈറ്റിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് സെർച്ച് എഞ്ചിന്റെ ഒരു പ്രവർത്തനം എന്നുള്ളത്. അതായത് ഈ സ്പൈഡറിനെ ഒരു പിക്ചോറിക്കലായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഇതൊരു ബോട്ടാണ്. ബോട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി സ്പൈഡർ ഇങ്ങനെ വലയിൽ കൂടെ പോയി എല്ലാം സെർച്ച് ചെയ്യുന്നത് പോലെ നമ്മുടെ ഈ ഇന്റർനെറ്റിലൂടെ ഈ ബോട്ട് എല്ലാ വെബ്സൈറ്റിലും പോയി അതിന്റെ ഡേറ്റ കളക്ട് ചെയ്യുന്നു. അതൊരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ സ്പൈഡർ എന്നുള്ളത്. ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം അത് അറേഞ്ച് ചെയ്ത് ഇൻഡെക്സിൽ സ്റ്റോർ ചെയ്യുന്നു. സ്റ്റോർ ചെയ്തതിന് ശേഷം അത് റാങ്കിങ് അൽഗോരിതത്തിന്റെ സഹായത്തോടെ അതിനെ റാങ്ക് ചെയ്ത് യൂസർ ചോദിക്കുമ്പോൾ അതിന് റിലവന്റ് ആയിട്ടുള്ള ഡേറ്റ നമ്മുടെ സെർച്ച് പേജിൽ റിസൾട്ട് പേജിൽ ടോപ്പിൽ ഈ സ്പോൺസേഡ് എന്ന് പറഞ്ഞ ആഡിന് ശേഷം ഫസ്റ്റ് പൊസിഷനിൽ കാണിക്കുന്നത് ഏറ്റവും റാങ്ക് കൂടിയ ഇതായിരിക്കും, വെബ്സൈറ്റ് ആയിരിക്കും. അങ്ങനെ കാണിക്കുന്നതിനെയാണ് നമ്മൾ SEO എന്ന് പറയുന്നത്. അത് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SEO ചെയ്യുന്നത്. ഇതാണ് ഒരു സെർച്ച് എഞ്ചിന്റെ പ്രവർത്തനം. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഇത് മനസ്സിലാക്കി ബേസിക് ആയിട്ട് ഇത് മനസ്സിലാക്കിയാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ ഒരു സെർച്ച് റിസൾട്ട് വരുന്നത് എങ്ങനെയാണ്. ഒരു സെർച്ച് റിസൾട്ട് രണ്ട് തരത്തിലുണ്ട്. ഓർഗാനിക് സെർച്ച് റിസൾട്ടും ഉണ്ട്, പെയ്ഡ് സെർച്ച് റിസൾട്ടും ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇപ്പൊ ഇത് എന്താണെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം. ഓർഗാനിക് സെർച്ച് റിസൾട്ട് എന്താണ്, പെയ്ഡ് സെർച്ച് റിസൾട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞതിൽ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫ്ലാറ്റ് ഇൻ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ ഈ സ്പോൺസേഡ് എന്ന് പറഞ്ഞ് കുറെ റിസൾട്ട് കാണിക്കുന്നുണ്ട്. ഇത് ഗൂഗിളിന് പേയ്മെന്റ് കൊടുത്തിട്ട് ടോപ്പിൽ കാണിക്കുന്നതാണ് ഈ സ്പോൺസേഡ്. അപ്പൊ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊരു പ്രീപെയ്ഡ് ആയിട്ട് നമുക്ക് പൈസ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇത് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഈ കീവേഡ് വെച്ചിട്ടാണ് ഇത് കാണിക്കുന്നത്. ഫ്ലാറ്റ് ഇൻ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ഈ ഗൂഗിൾ എന്ത് ചെയ്യും, ആ കീവേഡ് വെച്ചുള്ള അവരുടെ ആഡ്സ് ആദ്യം ലിസ്റ്റ് ചെയ്യും. ലിസ്റ്റ് ചെയ്തതിന് ശേഷം അതിനുശേഷം വരുന്ന ഈ ഓർഗാനിക് സെർച്ച് ആയിരിക്കും. ഇതിനാണ് ഈ സ്പോൺസേഡിന് ശേഷം വരുന്നതാണ് എന്താണ് ഓർഗാനിക് റിസൾട്ട്. ഇവിടെയാണ് നമ്മൾ കാണിക്കുന്നത്. SEO വഴി നമ്മുടെ ഉദ്ദേശം ഇവിടെ കാണിക്കാനാണ്. അതായത് നമ്മൾ പൈസയൊന്നും കൊടുക്കാതെ ഓർഗാനിക് ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SEO ചെയ്യുന്നത്. ഇവിടെ താഴെ ഈ സ്പോൺസേഡ് എന്ന് പറയുന്നത് കാണിക്കുന്നത് നമ്മൾ എന്താണ്, അത് സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ് ആണ്. അത് നമുക്ക് പ്രീപെയ്ഡ് ആയിട്ട് പൈസ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഒരാൾ ഇതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അത്രയും എമൗണ്ട് അതിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ പൈസ തീരുന്നിടം വരെ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതിനുശേഷം ഓരോരുത്തരും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ എമൗണ്ട് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പൊ 0 ആവുന്ന സമയത്ത് പിന്നെ നമ്മുടെ ഈ ആഡ് ഇവിടെ കാണിക്കത്തില്ല, അടുത്ത ആഡ് ആയിരിക്കും അവിടെ കാണിക്കുന്നത്. ഇത് പേയ്മെന്റ് ആഡ്സ്, ഗൂഗിൾ ആഡ്സ് വഴിയാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓർഗാനിക് റിസൾട്ട് ഇവിടെ കാണിക്കുന്ന ഈ സ്പോൺസേഡിന് ശേഷം കാണിക്കുന്ന ഓർഗാനിക് റിസൾട്ട് നമുക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ കണ്ടോ, ഈ ഗൂഗിളിന്റെ റിസൾട്ട് പേജിനാണ് നമ്മൾ സെർച്ച് പേജ് എന്ന് പറയുന്നത്. അതായത് സെർച്ച് റിസൾട്ട് പേജ്, സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജ് ആണിത്. അപ്പൊ ഈ പേജിൽ കുറെ പൊസിഷൻസ് ഗൂഗിൾ എന്ത് ചെയ്യുക, ആഡ്സിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. കാരണം മുകളിലും താഴെയും കുറെ സ്ലോട്ടുകൾ ആഡ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഗൂഗിൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അത് ഗൂഗിളിന്റെ വരുമാനത്തിന്റെ ഭാഗമാണ് ആഡ്സ് കാണിക്കുന്നത്. അപ്പൊ തന്നെ ഇവിടെ ടോപ്പിൽ നമുക്ക് ഇങ്ങനെ ആഡ് കാണിക്കാം, അത് പൈസ കൊടുത്തിട്ട് കാണിക്കുന്നതാണ്. അതുപോലെ ഇതിന്റെ താഴെയും കാണും കുറച്ച് ആഡ്സ് കണ്ടേ, സ്പോൺസേഡ് എന്ന്. ഈ ആഡിന്റെ മുകളിലായിട്ട് സ്പോൺസേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാഗ് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ഫ്ലാറ്റ് ഇൻ ട്രിവാൻഡ്രം എന്ന് കൊടുക്കുമ്പോൾ ഗൂഗിള് ഒരുപാട് ഡേറ്റ സ്ക്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഡേറ്റ റാങ്ക് ചെയ്തതിനു ശേഷമാണ് ആ ടോപ്പിൽ വരുന്ന റാങ്ക് ഫസ്റ്റ് പൊസിഷൻ. അങ്ങനെ ഗൂഗിൾ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഗൂഗിൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഫ്ലാറ്റ് ഇൻ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത്രയും വെബ്സൈറ്റ്, ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഇത് നെക്സ്റ്റ് പേജ് കൊടുത്ത് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ ഇത്രയും ഡേറ്റ
ഗൂഗിൾ പോയിട്ട് ഓരോരോ വെബ്സൈറ്റിൽ നിന്നും സ്ക്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ക്രോൾ ചെയ്ത് അത് ഇൻഡെക്സ് ചെയ്ത് വെച്ചു. നമ്മളിപ്പം ഫ്ലാറ്റ് ഇൻ ട്രിവാൻഡ്രം എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ റാങ്കിങ് അൽഗോരിതം വെച്ച് ടോപ്പ് റാങ്കിങ് വരുന്ന ആ കീവേഡ് ഒക്കെ വെച്ചിട്ട് ആ കീവേഡ് റാങ്കിങ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നോക്കും. എന്നിട്ട് ആ റാങ്ക് ബേസ്ഡ് ഓൺ റാങ്ക് ആണ് അതിങ്ങനെ നമ്മൾ ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഓർഗാനിക് സെർച്ചിൽ ടോപ്പിക് കാണിക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് സ്ക്രോൾ ചെയ്തിട്ടുണ്ടോ, ഒരു ഡാറ്റ സ്ക്രോൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് സൈറ്റ് ഡോട്ട് കോളൻ ആ വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ടത്, ഇനി നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കുമ്പോൾ ഗൂഗിളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ റിസൾട്ട് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. നമ്മളൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആകുമ്പോൾ നമ്മൾ ഈ റിസൾട്ട് എങ്ങനെയാണ് ഓരോ സെർച്ച് എഞ്ചിൻ കാണിക്കുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് സ്പോൺസേഡ് അല്ലെങ്കിൽ ആഡ് ഇങ്ങനെയൊക്കെയുള്ള ടാഗ് ഉണ്ടെങ്കിൽ അത് പൈസ കൊടുത്തിട്ട് കാണിക്കുന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതിനുശേഷം ഈ ഓർഗാനിക് ആയിട്ട് കാണിക്കുന്നതിന് അങ്ങനെ ഒരു ലേബൽ കാണത്തില്ല. ഇതായിരിക്കും ഓർഗാനിക് ആയിട്ട് കാണിക്കുന്നത്. ബാക്കിയൊക്കെ ആഡ്സ് ആയിരിക്കും. സ്പോൺസർ എന്ന് പറഞ്ഞ ടാഗ് വരുമ്പോൾ ആഡ്സ് ആണ്. ഈ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇന്റലിജന്റ് ആണ്. അപ്പൊ ഇത് നമ്മൾ ഓരോ ഇതും സെർച്ച് ചെയ്യുമ്പോൾ അതിന് ഡിഫറെന്റ് രീതിയിലാണ് റിസൾട്ട് കാണിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിന് നമ്മളിപ്പം ഫ്ലാറ്റ് ഇൻ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ നമ്മൾ സ്പോൺസർ എന്ന് പറഞ്ഞ് കുറച്ച് ലിങ്ക് വന്നു. ഇനി നമ്മൾ റെസ്റ്റോറന്റ് നിയർ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഈ ആഡ്സ് ഒന്നും ഇല്ലാതെ കുറച്ച് റെസ്റ്റോറന്റ് കാണിക്കും. കണ്ടോ, ഇവിടെ ആഡ്സ് ഒന്നും കാണുന്നില്ല. കാര്യം എന്താ, ഇവിടെ ലോക്കലായിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്തത്. ഈ ലോക്കൽ സെർച്ചിൽ എന്താ ഇവര് ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ആരും ആഡ് കൊടുത്തിട്ടില്ല ഇവിടെ. അതുകൊണ്ടാണ് ഇത് ആഡ് കാണിക്കാതെ ഈ റിസൾട്ട് കാണിക്കുന്നത്. അതുപോലെ ട്രെൻഡിങ് ന്യൂസ് ഇൻ കേരള അല്ലെങ്കിൽ ട്രെൻഡിങ് ന്യൂസ് ഇൻ ട്രിവാൻഡ്രം അല്ലെങ്കിൽ ട്രെൻഡിങ് ന്യൂസ് ഇൻ കൊച്ചി എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിലും ആഡ്സ് കാണാൻ പറ്റത്തില്ല. കാര്യം എന്താ, ഈ ന്യൂസിന് വേണ്ടി ആരും ആഡ് കൊടുത്ത് ന്യൂസ് പ്രൊമോട്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് അതും അവിടെയും കാണത്തില്ല. അതും ഓർഗാനിക് ആയിട്ടുള്ള സെർച്ചസ് മാത്രമേ ഇവിടെ കാണിക്കത്തുള്ളൂ. കണ്ടോ, അപ്പൊ നമ്മൾ ചില കീവേഡ്സ്, പർട്ടിക്കുലർ കീവേഡ്സിനാണ് കോമ്പറ്റീഷൻ. ആ കീവേഡിനാണ് ഈ ആഡ് വരുന്നതും നമ്മളെ റാങ്ക് ചെയ്യുന്നതും എല്ലാം കീവേഡ് ബേസ്ഡ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കീവേഡ്, അങ്ങനെയുള്ള കീവേഡ് സെർച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊക്കെയാണ് ഇനി വരുന്ന ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പൊ ബേസിക് ആയിട്ട് നമ്മൾ ഇപ്പൊ പഠിക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ തറവാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സെർച്ച് എഞ്ചിന്റെ പ്രവർത്തനമാണ്. അപ്പൊ ആ സെർച്ച് എഞ്ചിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, അതിനുശേഷം ആ സെർച്ച് എഞ്ചിൻ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു, റാങ്ക് ചെയ്യുന്നു, ഇങ്ങനെയുള്ള ഇതേ ഒരു മെത്തേഡിലായിരിക്കും എല്ലാ സെർച്ച് എഞ്ചിനും, ലോകത്തുള്ള എല്ലാ സെർച്ച് എഞ്ചിനും ഓൾമോസ്റ്റ് വർക്ക് ചെയ്യുന്നത് ഇതേ ഒരു പ്രവർത്തനത്തിലായിരിക്കും. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓർഗാനിക് സെർച്ച് ഉണ്ട്, പെയ്ഡ് സെർച്ച് ഉണ്ട്. പെയ്ഡ് ആണ് എങ്ങനെയാണ്, എവിടെയാണ് വരുന്നത്, ഓർഗാനിക് റിസൾട്ട് എങ്ങനെയാണ് വരുന്നത്.